ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ പക്കോട തയ്യാറാക്കാം. അപ്പോൾ പക്കോട തയ്യാറാക്കാനായിട്ടൊരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളകും 2 മുട്ട, പിന്നെ ഇത് ചിക്കൻ വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ്. ഇത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളമൊക്കെ തോർത്തി എടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു, കൂടെ കുരുമുളക് പൊടി ചേർത്തു, പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു, വിനാഗിരി ചേർത്തു. അപ്പോൾ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിനാഗിരിയാണ് ചേർത്തത്. പിന്നെ 1 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇളക്കി മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഇതിനകത്തേക്കൊന്ന് പിടിച്ച് കിട്ടട്ടെ. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണോളം മൈദ ചേർത്തു, അതിനോടൊപ്പം തന്നെ കടലമാവ് ചേർത്തു. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനോടൊപ്പം കോൺഫ്ലോറും ചേർത്തു. പിന്നെ അതിൽ ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യമുള്ള പച്ചമുളക്, പിന്നെ സവാള കട്ട് ചെയ്തത് എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ ചേർത്തത് കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഒരു വെറൈറ്റി ടേസ്റ്റും കിട്ടും. പിന്നെ അത് കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് നല്ല മുരിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോട ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. വൈകിട്ട് ചായയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം. പിന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ടാറ്റാ.